നമ്മൾ എന്താണ് ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ നമുക്ക് 5ആയിട്ട് തരംതിരിക്കാം. ഉത്തര പർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ പീഠഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. അപ്പം ഇതിൽ നമ്മൾ ഉത്തര പർവ്വത മേഖലയാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഈ ഉത്തര പർവ്വത മേഖല നമ്മൾ 2 സെക്ഷനായിട്ടാണ് പഠിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു മേഖലയെ, അതായത് ഉത്തര പർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഡിവിഷൻ്റെ അകത്ത് നമ്മൾ എന്താണ്, ഇപ്പം ട്രാൻസ് ഹിമാലയം എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ എന്താണ് വേറെ ഡിവിഷൻ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ എന്താണ്, ഇപ്പം ട്രാൻസ് ഹിമാലയം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നൊക്കെ പറഞ്ഞ് തരംതിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ വരുന്ന പീക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുമുടികൾ ഏതൊക്കെയാണ്, നദികൾ ഏതൊക്കെയാണ്, അവിടെയുള്ള പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെ ഓരോ മേഖലകളായിട്ട് നമ്മൾ പഠിക്കും. ശേഷം നമ്മൾ ഹിമാലയത്തിൻ്റെ ഉപവിഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവിഷൻ ഉണ്ട്. അപ്പം അതിൽ നമ്മൾ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ, പിന്നെ മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഒരു ഡിവിഷൻ ഉണ്ട്. അപ്പം ഈ 2 ഡിവിഷനും എന്താണ് വ്യത്യസ്തമാണെങ്കിൽ പോലും ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഡാറ്റാസ് ഒക്കെ എന്താണ് ഏകദേശം ഒന്ന് തന്നെയായിരിക്കും. കാരണം ഈ ഒരു ഉത്തരപർവ്വത മേഖല ഒന്നാണല്ലോ ഉള്ളൂ. അപ്പം ചിലപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന ഒരു കൊടുമുടി വേണമെങ്കിൽ എന്താണ് കശ്മീർ ഹിമാലയത്തിൽ നമ്മൾ പറയും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റാസ് ഷഫിൾ ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക ഈ ഒരു ഉപവിഭാഗത്തിൽ. അപ്പോൾ നമുക്ക് ആദ്യത്തേത് നോക്കാം. ഇതിൽ ആദ്യം തന്നെ നമ്മൾ എന്താണ് ഉത്തര പർവ്വത മേഖലയിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡാറ്റാസാണ് നമ്മൾ പഠിക്കുന്നത്. ശരിക്കും ഉത്തര പർവ്വത മേഖല എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഇന്ത്യയിലാണ് നമ്മൾ ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ മുകളിൽ എന്താണ്, അതായത് ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് എന്താണ് പർവ്വത മേഖലയാണല്ലേ. അപ്പം അതിനെ നമ്മൾ ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നു. അതിൽ തന്നെ ഉള്ള ഒരു ഡിവിഷനാണ് ഞാൻ പറഞ്ഞതുപോലെ എന്താണ് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. അപ്പം അതിലൊരു ഹിമാലയം വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഹിമാലയം ഇതിൻ്റെ ഉള്ളിലത്തെ ഡിവിഷൻ. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് അല്ലാതെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ എല്ലാ ഉത്തരപർവ്വത മേഖലയും നമ്മുടെ പുറത്തുള്ള ആളുകൾ എന്താണ് പറയുക, അതായത് ഇന്ത്യക്കാരല്ലാത്തവർക്ക്, ഇപ്പോൾ ഇന്ത്യക്കാർക്ക് മാത്രമാണ് അവരുടെ ഒരു വടക്ക് ഏരിയയിലുള്ളത്, വടക്ക് ഭാഗത്തുള്ളത്. പക്ഷെ മറ്റുള്ള രാജ്യങ്ങൾക്കൊന്നും അത് ചിലപ്പം വടക്കാവണമെന്നില്ല. അപ്പോൾ അവർ കോമൺ ആയിട്ട് ഈ ഒരു മലനിരകളെ മൊത്തമായിട്ട് ഹിമാലയം എന്നാണ് പറയുക. പക്ഷെ നമ്മളുടെ ഡിവിഷനിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹിമാലയം വരുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉത്തരപർവ്വത മേഖലയിലെ ബേസിക് ആയിട്ടുള്ള ഡാറ്റാസ് വെച്ച് നോക്കാം. ഈ ഒരു ഉത്തരപർവ്വത മേഖല എന്ന് പറയുമ്പം നമ്മൾ ആദ്യം തന്നെ എന്താണ് ഒരു മേഖല പഠിക്കുമ്പോൾ അതിൻ്റെ അതിരുകൾ ഏതൊക്കെയാണ്, അതായത് വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിന്ധു നദിയാണ്. അപ്പോൾ സിന്ധു നദി എവിടെയാണ്, ഉത്തരപർവ്വത മേഖലയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. അത് നമ്മൾ മാപ്പ് തന്നെ, നമ്മുടെ മൈൻഡിലൊരു മാപ്പ് വരുമ്പോൾ എന്താണ് നമുക്ക് സിന്ധു, അതായത് ഈ പാകിസ്ഥാൻ്റെ ആ ഒരു ഏരിയയിൽ കൂടെ കടന്നു പോകുന്ന ഒരു നദിയാണ്. അപ്പം അത് പാകിസ്ഥാൻ നമ്മുടെ പടിഞ്ഞാറാണല്ലോ. അപ്പം പടിഞ്ഞാറ് ഭാഗത്താണ് സിന്ധു ഉള്ളത്. ബ്രഹ്മപുത്ര ഉള്ളത് ഏതാണ്, കിഴക്ക് ഭാഗത്താണ്, ആ ഒരു ആസാം ഏരിയയിൽ. പിന്നെ മുകളിൽ വടക്ക് ഭാഗത്ത് ടിബറ്റാണ്. പിന്നെ നമ്മുടെ താഴോട്ടേക്ക് വരുമ്പോൾ എന്താണ് തെക്ക് ഭാഗത്ത് ഉത്തര മഹാസമതലമാണുള്ളത്. ഈ ഒരു ഉത്തരപർവ്വത മേഖല അഥവാ ഹിമാലയത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് എത്രയാണ്, 64 ദശലക്ഷം വർഷങ്ങളാണ്. തൃതീയ കാലഘട്ടത്തിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഉയരം എന്ന് പറയുന്നത് എന്താണ് 6000 മീറ്ററാണ്. നമ്മൾ ശരാശരി ഉയരമാണ് പറയുന്നത് 6000 മീറ്റർ. ഇനി നീളം പറയുകയാണെങ്കിൽ 2400 കിലോമീറ്ററാണ്. വീതി പറയുമ്പോൾ എന്താണ് 400 മുതൽ 150 വരെയാണ്. അതായത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുമ്പോൾ എന്താണ് വീതി കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു വിസ്തൃതി എന്ന് പറയുന്നത് 5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഈ ഒരു ഉത്തരപർവ്വത മേഖല, ഈ ഒരു ഹിമാലയത്തിൻ്റെ ആ ഒരു വിസ്തൃതി എന്ന് പറയുന്നത്. പിന്നീട് ഇത് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ 11 സംസ്ഥാനങ്ങളും 2 യൂണിയൻ ടെറിട്ടറികളുമാണ് ഇത് കടന്നു പോകുന്നത്. അപ്പം ഈ ഒരു 11 സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം, നമുക്ക് ഹിമാചൽ പ്രദേശും ഉത്തരാഖണ്ഡും നമുക്കറിയാം. അതെന്തായാലും ഉറപ്പായിട്ടും ഈ ഒരു ഉത്തരപർവ്വത മേഖലയുടെ ഭാഗത്തായിരിക്കും. പിന്നീട് നമുക്ക് അറിയുന്ന 2 സംസ്ഥാനങ്ങളാണ് സിക്കിമും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളും. ആ 4 എണ്ണം പഠിച്ചിട്ട് ബാക്കി 7 എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം കിഴക്കൻ സംസ്ഥാനങ്ങളും, അതായത് ആസാം, മേഘാലയ, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം, ത്രിപുര, ഇതൊക്കെ എന്താണ് ഈ ഒരു ഉത്തരപർവ്വത മേഖല കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ്. പിന്നീട് യൂണിയൻ ടെറിട്ടറി ആയിട്ട് വരുന്നത് ജമ്മു കാശ്മീരും ലഡാക്കുമാണ്. നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കേസ് വെച്ച് നോക്കുമ്പം ഉത്തരപർവ്വത മേഖലയുടെ സ്ഥാനം നമ്മൾ എങ്ങനെയാണ് പറയുക, അത്
വടക്ക് അഥവാ ഇന്ത്യയുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിര് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പിന്നീട് നമ്മൾ ഈ ഒരു ഉത്തരപർവ്വത മേഖലയുടെ ദിശ പറയുമ്പോൾ എന്താണ്, ലഡാക്ക് മുതൽ സിക്കിം വരെ ഉള്ള ആ ഒരു ഉത്തരപർവ്വത മേഖലയുടെ ദിശ നമ്മൾ വടക്ക് പടിഞ്ഞാറ് മുതൽ തെക്ക് കിഴക്ക് എന്നാണ് പറയുക. പിന്നീട് അരുണാചൽ പ്രദേശത്ത് ഹിമാലയ നിരയുടെ സ്ഥാനം തെക്ക് പടിഞ്ഞാറ് മുതൽ വടക്ക് കിഴക്ക് വരെയാണ്. ഇനി കിഴക്കേ ഹിമാലയത്തിൻ്റെ ദിശ വടക്ക് തെക്കാണ്. അങ്ങനെ 3 ദിശകളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ പാമീറിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്താണ്, നമ്മൾ പറഞ്ഞില്ലേ വടക്ക് ഭാഗത്തായിട്ട് പാമീർ ഉണ്ടെന്ന്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീറാണ്. ഉയരം കൂടിയ പീഠഭൂമി എന്താണ്, പാമീറാണ്. അതൊരു പീഠഭൂമിയാണ്. ഏറ്റവും വലിയ പീഠഭൂമി ടിബറ്റാണ്. പക്ഷേ ഉയരം കൂടിയ പീഠഭൂമി എന്ന് ചോദിച്ചാൽ അത് പാമീറാണ്. പാമീർ തജിക്കിസ്ഥാനിലാണ് ഉള്ളത്. പിന്നീട് നമ്മൾ ഹിമാലയത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഹിമാലയം എന്ന് പറയുന്നത് എന്താണ്, 3 ഡിവിഷനായിട്ട് നമുക്ക് തരംതിരിക്കാം. ഹിമാഗ്രി, ഹിമാചൽ, സിവാലിക്. അതിൽ ഹിമാലയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹിമാലയം എന്ന വാക്കിൻ്റെ അർത്ഥം സംസ്കൃതത്തിൽ മഞ്ഞിൻ്റെ ആലയം എന്നാണ്. ഇതിൻ്റെ ഒരു സ്ഥാനം പറയുകയാണെങ്കിൽ എന്താണ്, ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഇടയിലാണ് ഹിമാലയം വരുന്നത്. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. പിന്നെ ഇതിലെ അവസാദ ശിലകളും കായാന്തരിക ശിലകളാലും നിർമ്മിതമാണ് ഹിമാലയം. ഇത്രയാണ് നമ്മൾ ഹിമാലയത്തിനെ കുറിച്ച് പറയുന്നത്. ഇനി നമ്മൾ ഹിമാലയത്തിലെ ഡിവിഷനിലേക്ക് വരികയാണ്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അപ്പം നമുക്ക് ഹിമാദ്രിയെക്കുറിച്ച് നമ്മളൊരു ഇൻട്രോ പറഞ്ഞു. ഇനി നമുക്ക് ഹിമാദ്രിയെക്കുറിച്ച് പറയാം. ഹിമാലയത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതനിരകളൊക്കെ കാണാൻ പറ്റുക ഹിമാദ്രിയിലാണ്. അതായത് 600 മീറ്ററിൽ ഉയരമുള്ള പർവ്വതനിരകളൊക്കെ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക, ഹിമാദ്രിയിലാണ് കാണാൻ പറ്റുക. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് എന്താണ്, ഹിമാദ്രിയാണ്. ഇതിനെ ഗ്രേറ്റർ ഹിമാലയ, ലെസ്സർ ഹിമാലയ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഇവിടെയുള്ള പ്രധാന കൊടുമുടികളാണ് നമ്മൾ നോക്കുന്നത്. മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, അന്നപൂർണ, നംഗപർവ, നന്ദാദേവി, ധൗലഗിരി, മക്കല്ലു. ഇതൊക്കെയാണ് പ്രധാന കൊടുമുടികൾ. അപ്പം നമ്മൾ കൊടുമുടി വെച്ചിട്ട് നമ്മൾ ഉത്തരപർവ്വത മേഖല നമ്മുടെ ഹിമാലയത്തിനെ പറയുകയാണെങ്കിൽ നംഗപർവ്വതം മുതൽ നംചപർവ്വത വരെ എന്ന് നമുക്ക് പറയാൻ പറ്റും. നംഗപർവ്വതം പാകിസ്ഥാനാണ്, അതായത് പാക് ഒക്യുപ്പൈഡ് കശ്മീരിലാണ്. നംചപർവ്വതം ചൈനയിലാണ്, പടിഞ്ഞാറ് കിഴക്ക്. നമ്മൾ നേരത്തെ എന്തായിരുന്നു, നദി വെച്ചായിരുന്നു അല്ലേ സിന്ധു ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞത്. അപ്പം നദിയല്ലാതെ പർവ്വതം വെച്ച് നമ്മൾ അതിര് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുക. അപ്പം നമുക്ക് മൗണ്ട് എവറസ്റ്റ് എവിടെയാണെന്ന് നോക്കാം. മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്. കാഞ്ചൻജംഗ സിക്കിം ഇന്ത്യയിലാണ്. അന്നപൂർണ നേപ്പാളിലാണ്. നംഗപർവ ഇന്ത്യയിൽ ലഡാക്കിലാണ്. നന്ദാദേവി ഇന്ത്യയിലാണ്, ഉത്തരാഖണ്ഡിലാണ്. ധൗലഗിരി നേപ്പാളിലാണ്. മക്കലു നേപ്പാളിലാണ്. പിന്നീട് നമ്മൾ ഇതിലെ കാഞ്ചൻജംഗ അതുപോലെ തന്നെ എവറസ്റ്റ് തുടങ്ങിയിട്ടുള്ള കൊടുമുടികളെ കുറച്ച് പഠിക്കുന്നുണ്ട്. അതിലാദ്യം തന്നെ നമുക്ക് കാഞ്ചൻജംഗയെക്കുറിച്ച് നോക്കാം. കാഞ്ചൻജംഗയുടെ ഉയരം എന്ന് പറയുന്നത് 85-86 മീറ്ററാണ്. ഒരു ഫാൻസി നമ്പറാണ്. അപ്പം 85-86 മീറ്ററാണ് കാഞ്ചൻജംഗയുടെ ഉയരം. അപ്പം ഇതിൽ ഇന്ത്യയിലെ വേൾഡ് വെച്ച് മൊത്തം നോക്കുകയാണെങ്കിൽ 3ാമത്തെ ഹയസ്റ്റ് പീക്കാണ് കാഞ്ചൻജംഗ വേൾഡിൽ മൊത്തം നോക്കുമ്പോൾ. അപ്പോൾ 1ാമത്തേത് എവറസ്റ്റ്, 2ാമത്തേത് മൗണ്ട് കേച്ചുവാണ്. മൗണ്ട് കേച്ചു ഒക്കെ നമ്മൾ പിന്നെ പഠിക്കും. പിന്നെ 3ാമതായിട്ട് കാഞ്ചൻജംഗ, ഇത് സിക്കിമിലാണ്. ഇനി ഇന്ത്യയിലെ വെച്ച് നോക്കുമ്പം ഇന്ത്യയിൽ 2ാമത്തെ ഉയർന്ന കൊടുമുടിയാണ് കാഞ്ചൻജംഗ. പക്ഷേ ഈ കാഞ്ചൻജംഗ എന്താണ്, സിക്കിമിലും നേപ്പാളിലൊക്കെ ആയിട്ട് വരുന്നത് കാഞ്ചൻജംഗ അല്ല, ഇന്ത്യയിൽ തന്നെയാണ് വരുന്നത്. ഇനി പൂർണ്ണമായും ഇന്ത്യയിൽ വരുന്നത് 1ാമത്തേത് ഏതാണ്, കാഞ്ചൻജംഗയാണ്. അപ്പോൾ ഒന്നും കൂടി പറയാം, വേൾഡിൽ 3ാമത്തെ ഹയസ്റ്റ് പീക്കാണ്, ഇന്ത്യയിൽ 2ാമത്തേതാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ പീക്ക് എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. 2ാമത്തേത് നന്ദാദേവിയാണ്. നന്ദാദേവി നമ്മൾ എവിടെയാണെന്ന് പറഞ്ഞു നേരത്തെ, നന്ദാദേവി ഇന്ത്യയിൽ ഉത്തരാഖണ്ഡിലാണ്. അപ്പം ഈ നന്ദാദേവിയുടെ ഉയരം ജസ്റ്റ് 78-17 ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത എന്താണ്, ഇനി നമുക്ക് എന്താണ്, ഈ കാഞ്ചൻജംഗയിൽ നിന്നും ഉണ്ടാവുന്ന ഒരു നദി, അവിടെ നിന്നും ഉത്ഭവിക്കുന്ന ഒരു നദിയുണ്ട്, അതാണ് ടീസ്റ്റ. അപ്പം ടീസ്റ്റ നദി എന്താണ്, കാഞ്ചൻജംഗയിൽ നിന്ന് വരുന്നതാണ്. പിന്നീട് നമ്മൾ എന്താണ്, കാഞ്ചൻജംഗയിൽ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പർവ്വതാരോഹന്മാരെ കയറാൻ സമ്മതിക്കുന്നത്. എന്താണ്, ഭയങ്കര അപകടകാരിയായിട്ടുള്ള ഒരു പീക്കും കൂടിയാണ് ഈ കാഞ്ചൻജംഗ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ കാഞ്ചൻജംഗയിൽ കവർ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ എവറസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ലോകത്തിലെ ഹയസ്റ്റ് പീക്കാണ് എവറസ്റ്റ്. 88-48 ഒരു ഫാൻസി നമ്പറാണ്. 88-48 മീറ്ററാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്.
നേപ്പാളിലാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. നേപ്പാളിൽ എവറസ്റ്റിൻ്റെ ലോക്കൽ നെയിമാണ് സാഗർ മാത. അവർ മാതാവിനെ പോലെ കണ്ടു എന്നൊക്കെ അങ്ങ് മനസ്സിലാക്കുക. ടിബറ്റിൽ എവറസ്റ്റ് വിളിക്കുന്നത് എന്താണ്? ചോമോ ലുങ്മ എന്നാണ്. സാഗർമാത ദേശീയ ഉദ്യാനത്തിലാണ് എവറസ്റ്റ് ഉള്ളത്. അപ്പം ഇതിന് എവറസ്റ്റ് എന്നുള്ള പേര് പിന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു ആദ്യത്തെ പേര് എന്ന് പറയുന്നത് പീക്ക് 15 ആയിരുന്നു. ശേഷം ആണ് എവറസ്റ്റ് ഒക്കെ പേരിട്ടുന്നത്. ഈ എവറസ്റ്റ് ആദ്യമായിട്ട് കീഴടക്കുന്നത് 1953 മെയ് 29 എന്നാണ്. 1953 മെയ് 29 എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗയാണ് ഇതെന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് കീഴടക്കുന്നത്. അപ്പം മെയ് 29 എവറസ്റ്റ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. അപ്പം ഇതെന്താണ്? ആദ്യമായിട്ട് കീഴടക്കിയ ആളായ എഡ്മണ്ട് ഹിലാരി എന്ന് പറയുന്നത് ഒരു ന്യൂസിലാൻഡുകാരനാണെന്ന് മനസ്സിലാക്കുക. അടുത്തത് ടെൻസിൻ നോർഗെ എന്ന് പറയുന്നത് ഒരു ഷെർപ്പയാണ്. ഷെർപ്പ എന്ന് പറയുന്നത് ആ ഒരു എവറസ്റ്റ് ആ ഒരു ഏരിയയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് എന്താണ്? വലിയ ശ്വാസകോശമൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി അവരെന്താണ്? അവിടുത്തെ പ്രാദേശികമായിട്ട് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെന്താണ്? അവരുടെ ആ ഒരു കാലാവസ്ഥ അനുസരിച്ച് ജീവിക്കാൻ പരിണമിച്ചിട്ടുള്ള ആളുകളാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ എന്താണ്? അവർക്ക് വലിയ ശ്വാസകോശമൊക്കെയാണ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി നന്നായിട്ട് എന്താണ്? കുറഞ്ഞ ഓക്സിജനിലൊക്കെ നന്നായിട്ട് അവർക്ക് ഒന്നും കൂടി ബോഡി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനിലാണ് ഉണ്ടാവുക. അപ്പം ഇവർ രണ്ടുപേരുമാണ് എവറസ്റ്റ് കീഴടക്കിയത്. ഇനി നമ്മൾ ഒരു അല്ലാത്തൊരു ജനറൽ ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് പഠിക്കുന്നത്. സമുദ്രത്തിൻ്റെ അടിത്തട്ട് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത് ഏതാണ്? അത് മൗനക്കിയാണ്. ഹവായി ദ്വീപിലുള്ള മൗനക്കിയ. അപ്പോൾ എന്തുകൊണ്ട് ഹവായി ദ്വീപിലല്ല, ഹവായി ഏരിയയിലുള്ള മൗനക്കിയ. നമ്മൾ സമുദ്രത്തിൻ്റെ അടിത്തട്ട് വെച്ച് നോക്കുമ്പോൾ മൗനക്കിയ, എന്നാൽ നമ്മൾ സമുദ്രത്തിൻ്റെ അടിത്തട്ട് ഇല്ലാതെ നോക്കുമ്പോൾ ഏറ്റവും ഉയർന്ന പീക്ക് എന്ന് പറയുന്നത് അത് എവറസ്റ്റ് തന്നെയാണ്. അടുത്തത് നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത്? ഹിമാചലാണ് നോക്കുന്നത്. ഹിമാചൽ എന്ന് പറയുന്നത് ഹിമാലയത്തിൻ്റെ മറ്റൊരു ഡിവിഷനാണ്. ഹിമാദ്രി നമ്മൾ കവർ ചെയ്തു. അടുത്തത് ഹിമാചലാണ് നോക്കുന്നത്. ഹിമാചൽ എന്ന് പറയുന്നത് എന്താണ്? ലെസ്സർ ഹിമാലയ, മിഡിൽ ഹിമാലയ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന പർവ്വതനിരകളാണ് പീർ പാഞ്ചൽ എന്ന് പറയുന്നത് കാശ്മീരിലാണ്. ധൗലത്താർ അത് ഹിമാചൽ പ്രദേശിലാണ്. മഹാഭാരത പർവ്വതനിരകൾ അത് നേപ്പാളിലാണ്. പിന്നെ നാക്ടിബ ഉത്തരാഖണ്ഡിലാണ്. ഇതൊക്കെ ഈ ഒരു പർവ്വതനിരയുടെ പ്രാദേശിക പേരുകളാണ്. അപ്പം ഇതൊക്കെ എന്താണ്? ഹിമാചലിലുള്ള പർവ്വതനിരകളാണ്. ഇതിൻ്റെ ഒരു ഉയരം എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം എന്താണ്? 3000 മീറ്റർ എന്ന് പറയാം. പിന്നീട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഉയരങ്ങൾ റെഡിക്കുള്ള ഡാറ്റ അല്ലാതെ പഠിക്കും. ഏകദേശം 3000 മീറ്ററിനോട് സംതിങ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നീട് എന്താണ്? ഈ ഒരു കുളു മണാലി എന്നുള്ള ഭാഗങ്ങളൊക്കെ എന്താണ്? ഹിമാചലിൻ്റെ അടുത്ത് വരുന്നതാണല്ലേ. അപ്പം ഈ കുളു മണാലിൻ്റെ അടുത്തൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ബിയാസ് നദി. അപ്പം എന്താണ്? ഹിമാചലിലുള്ളതാണെന്ന് മനസ്സിലാക്കുക. പിന്നീട് നമ്മൾ പ്രധാന താഴ്വരകളാണ് പഠിക്കുന്നത്. കാശ്മീർ താഴ്വര, കുളു വാലി, കാംഗ്ര വാലി. കശ്മീർ താഴ്വര എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് കശ്മീരാണെന്നറിയാം. കുളു വാലി, കാംഗ്ര വാലി എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലാണ്. നമുക്ക് കശ്മീർ താഴ്വര ഒന്ന് നോക്കാം. ഹിമാദ്രിക്കും പീർപ്പാഞ്ചലിനും ഇടയിലാണ്. അപ്പോൾ പീർപ്പാഞ്ചലിനും ഹിമാദ്രിക്കും ഇടയിലാണ് കശ്മീർ താഴ്വര വരുന്നത്. നമ്മൾ കുറച്ചും കൂടി വൈഡായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഹിമാദ്രിക്കും ഹിമാചലിനും ഇടയിലാണെന്ന് പറയാം. ഹിമാചലിലെ തന്നെ പീർപ്പാഞ്ചൽ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഹിമാദ്രിക്കും പീർപ്പാഞ്ചൽ അഥവാ അതിൽ ഹിമാചലിലാണല്ലോ വരുന്നത്. ഹിമാദ്രിക്കും പീർപ്പഞ്ചലിനും ഇടയിലാണ് കശ്മീർ താഴ്വര എന്ന് പറയുന്നത്. ചെലം നദി എന്താണ്? ഈ കശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ്. ഈ ചെലം നദിയുടെ അടുത്താണ് എന്ത്? വൂളാർ തടാകമുള്ളത്. സഞ്ചാരികളുടെ പറദീസ എന്നറിയപ്പെടുന്നത് കശ്മീർ താഴ്വരയാണ്. പിന്നെ കരേവ എന്നുള്ള മണ്ണൊക്കെ നമുക്ക് കശ്മീർ താഴ്വരയിലാണ് കാണാൻ കഴിയുക. അടുത്ത് നമ്മൾ കുളു പറയാണ്. കുളു ഹിമാചൽ പ്രദേശത്തിലാണ്. ഇതെന്താണ്? ദൈവങ്ങളുടെ താഴ്വര. മറ്റേത് സഞ്ചാരികളുടെ പറദീസയാണെങ്കിൽ ഇത് ദൈവങ്ങളുടെ താഴ്വരയാണ്. ഈ ഒരു കുളു താഴ്വര എവിടെയാണ്? ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കിലാണെന്ന് ഓർത്തിരിക്കുക. അപ്പം കുളുവിൽ നമ്മൾ പിന്നീടുള്ളത് ഒരു മണികരൻ ഗ്ലേസിയറാണ്. ഇതൊരു നീരുറവയാണ്. അപ്പം ഇതിനെ ശരിക്കും നമുക്ക് എന്താണ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കുളു, അതായത് ഹിമാചൽ പ്രദേശത്തിലുള്ള കുളുവിലാണ് മണികരൻ ഗ്ലേഷ്യർ ഉള്ളത്. ഇതൊരു ചൂട് നീരുറവ നൽകുന്നുണ്ട്. ഇത് ശരിക്കും നമ്മൾ ഗ്ലേഷ്യർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ശരിക്കുള്ള ഗ്ലേഷ്യർ അല്ല. ലോകത്തെ ശരിക്കും എന്താണ് 3 സ്ഥലത്ത് മാത്രമേ ഗ്ലേഷ്യർ ഉള്ളൂ. അത് ഇന്ത്യയിലല്ല. ഇത് പക്ഷെ നമ്മൾ ചൂട് നീരുറവ വരുന്നത് കൊണ്ട് ഗ്ലേഷ്യർ എന്ന് വിളിക്കുന്നേ ഉള്ളൂ. ഇനി നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്?
കുളുവിലെ നദി നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു കുളു ഏരിയയിലുള്ള നദിയാണ് ബിയാസ് നദി. അപ്പം ബിയാസ് നദി എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു അല്ലേ, കുളു മണാലി താഴ്വരയിലൂടെയുള്ള നദിയാണ് ബിയാസ് നദി എന്ന്. അപ്പം ബിയാസ് നദി എന്താണ്, ഉത്ഭവം ബിയാസ് കുണ്ടിലും പതനം സത്ലജിലാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത നമ്മൾ എന്താണ്, കാംഗ്രയെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാംഗ്ര എന്ന് പറയുന്നത് എന്താണ്, മറ്റൊരു താഴ്വരയാണല്ലേ. അപ്പോൾ കാംഗ്ര ഹിമാലയൻ പിരമിഡ് എന്നറിയപ്പെടുന്ന മേജർ റോക്കറ്റ് ക്ഷേത്രം ഉള്ള എവിടെയാണ്, ഈ കാംഗ്രയിലാണ്. അതായത് ഹിമാലയൻ പിരമിഡ് എന്നറിയപ്പെടുന്നതാണ് മേജർ റോക്കറ്റ് ക്ഷേത്രം. അപ്പം ആ ഒരു മേജർ റോക്കറ്റ് ക്ഷേത്രം എവിടെയാണ്, കാംഗ്രയിലാണുള്ളത്. പിന്നീട് എന്താണ്, മണാലിയെക്കുറിച്ചും പറയുന്നുണ്ട്. മണാലി മണുവിൻ്റെ വാസസ്ഥലം എന്നാണ് പറയുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. പിന്നീട് നമ്മൾ കുറച്ച് ജനറൽ ഡാറ്റയിലേക്കാണ് പോകുന്നത്. സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്നത് കശ്മീർ താഴ്വരയാണ്. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളുവാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂരിയാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. ഇന്ത്യയുടെ ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് എന്താണ്, ധർമ്മശാലയാണ്. ഇന്ത്യാസ് മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് ഗജിയാറാണ്. ചോട്ടി കാശി എന്നറിയപ്പെടുന്നത് മാണ്ടിയാണ്. പിന്നീട് ഹിമാചൽ പ്രദേശിലുള്ള മറ്റ് താഴ്വരകളാണ് മണാലി, ലാക്കുൾ, സ്പിതി. അപ്പോൾ ഇതൊക്കെ ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഹിമാചൽ പ്രദേശിലെ താഴ്വരയാണെന്ന് ഓർത്തിരിക്കുക. പിന്നീട് നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഈ ഒരു ഏരിയയിലുള്ള സുഖവാസ കേന്ദ്രങ്ങളാണ്, ഹിമാചൽ പ്രദേശത്തിലുള്ള സുഖവാസ കേന്ദ്രങ്ങളാണ് ധർമ്മശാല, മസൂരി, ഷിംല, കസാനി. പിന്നീട് കശ്മീർ, ഷിംല, കുളു, മണാലി, ഡൽഹൌസി, ഡാർജിലിംഗ്, മുസോറി, നൈനിറ്റാൽ, അൽമോറ. ഇതൊക്കെ സുഖവാസ കേന്ദ്രങ്ങളാണ്. നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മതി. പിന്നെ സോനാമർഗിനെ കുറിച്ച് പറയുന്നുണ്ട്. മേഡോ ഓഫ് ഗോൾഡ് എന്നിട്ടാണ് അത് അറിയപ്പെടുന്നത്. ഇനി എന്താണ്, നമ്മൾ 2 കൊടുമുടികൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കുന്നുണ്ട്. ലെനിൻ കൊടുമുടി പാമീറിലാണ്, കമ്മ്യൂണിസം കൊടുമുടി തജിക്കിസ്ഥാനിലാണ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത സിവാലിക്കിലേക്കാണ് പോകുന്നത്. സിവാലിക് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഹിമാലയത്തിലെ 3ാമത്തെ ഡിവിഷനാണ്, അതായത് ലാസ്റ്റ് ഡിവിഷനാണ് സിവാലിക്. സിവാലിക്കിൻ്റെ ഉയരം എന്ന് പറയുന്നത് അതായത് ഹിമാചലിനെക്കാട്ടും കുറവാണ് സിവാലിക്കിൻ്റെ ഉയരം. ഇതിനെ ഔട്ടർ ഹിമാലയ എന്ന് പറയുന്നുണ്ട്. ഏറ്റവും തെക്ക് ഭാഗത്തായി കാണുന്നതാണ്. ഇവിടെ എന്താണ്, തട്ടായിട്ടാണ് കൃഷിയുള്ളത്. ടെറസ് കൃഷി എന്നാണ് പറയുക. ഇതിൻ്റെ സിവാലിക് എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം എന്താണ്, ശിവൻ്റെ തിരുമുടി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ഏരിയയിൽ സിവാലിക്കിൽ ഭൂകമ്പം, ഉരുൾപൊട്ടലൊക്കെ കൂടുതലാണ്. ഇത് സിവാലിക് എന്താണ്, ഗംഗാ സമതലത്തിന് സമാന്തരമാണ്. പിന്നെ തീർത്ഥാടന കേന്ദ്രമൊക്കെ ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ ലംബമായി കാണുന്ന താഴ്വരകളെ നമ്മൾ ഡൂണുകൾ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ശരിക്കും ഡൂണുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഹിമാചലിനും സിവാലിക്കിനും ഇടയിലുള്ള ഇതിനെയാണ് നമ്മൾ ഡൂണുകൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാന താഴ്വരകളാണ് ദാൽഫ, മിറി, മിഷ്മി, അബോർ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ഇനി പഞ്ചഷീർ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ചുരങ്ങളാണ് പറയുന്നത്. ഷിബ്കില ചുരം അതെവിടെയാണ്, ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശ് ടിബറ്റ് കണക്ട് ചെയ്യുന്നത് ഷിബ്കിലയാണ്. പിന്നീട് സോജില അത് ശ്രീനഗർ കാർഗിലിനെ കണക്ട് ചെയ്യുന്നു. നാദുല സിക്കിം ടിബറ്റിനെ കണക്ട് ചെയ്യുന്നു. ലിപ്പുലേക്ക് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് ടിബറ്റിനെ കവർ ചെയ്യുന്നു. ഇനി ഷിബ്കില ചുരത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, നമ്മൾ ആദ്യം പറഞ്ഞു ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും കണക്ട് ചെയ്യുന്നതാണ്. ഇത് സത്ലജ് താഴ്വരയിലാണ് ഈ ഒരു ചുരം ഉള്ളത്. പിന്നീട് എന്താണ്, നാദുലയെക്കുറിച്ച് പറയാനാണെങ്കിൽ സിൽക്ക് റൂട്ട്, പണ്ടത്തെ സിൽക്ക് റൂട്ട്, ഈ നാദുല റൂട്ടിനെയാണ് സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്, അതിലൂടെയുള്ള വഴി. പിന്നെ കൈലാസ തീർത്ഥാടനം നമ്മൾ എന്താണ്, നാദുല ചുരത്തിലൂടെ, അതായത് ആ ഒരു ചുരത്തിലൂടെയായിരുന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ കൈലാസ തീർത്ഥാടനത്തിന് നാദുല ചുരം യൂസ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ എന്താണ്, കുറച്ച് അല്ലാത്ത ചുരങ്ങൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ജമ്മു കാശ്മീരിലാണ് സോജില, ബനിഹാൽ ചുരങ്ങൾ. ഹിമാചൽ പ്രദേശിലാണ് ഷിബ്കില, റോഹ്താങ്, ബാരാലാച്ച ചുരം. സിക്കിമിലാണ് നാദുല, ജലബ്ല ചുരം ഉള്ളത്. അരുണാചൽ പ്രദേശിലാണ് ബോഡില ചുരം, ദിഹാങ് ചുരം ഉള്ളത്. ലഡാക്കിലാണ് ഗാർഡുലാംഗ്ല ചുരവും അതുപോലെ തന്നെ കാരക്കോറം ചുരം ഉള്ളത്. പിന്നെ ഖൈബർ ചുരം എന്ന് പറയുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും കണക്ട് ചെയ്യുന്ന ചുരമാണ്. പിന്നീട് നമ്മൾ ട്രാൻസ് ഹിമാലയത്തിലേക്കാണ് വരുന്നത്. ട്രാൻസ് ഹിമാലയത്തിൽ എന്താണ്, നമുക്ക് കാലാസ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യാം. കാരക്കോറം, ലഡാക്ക്, സസ്കർ ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇതുകൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നീട് നമുക്ക് പൂർവാഞ്ചലേ ഉള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ കഴിയും. ട്രാൻസ് ഹിമാലയത്തിൽ എന്താണ്, കുറേ ഹിമാനികളൊക്കെ ഉണ്ട്, പിന്നെ ഗിരികന്ധനങ്ങളുണ്ട്. ലഡാക്ക്, ജമ്മു കാശ്മീരിലാണ് നമ്മുടെ ഇന്ത്യയിൽ ട്രാൻസ് ഹിമാലയ ഉള്ളത്. ഇവിടെയുള്ള കാരക്കോറം, ഡിവിഷനായിട്ടുള്ള കാരക്കോറം നമുക്ക് ആദ്യം പറയാം. കാരക്കോറത്തിൻ്റെ മീനിങ് കരിങ്കല്ല് എന്നാണ്. ഇതെന്താണ്, വടക്കേ അറ്റത്തെ പർവ്വതനിരയാണ്. ഇന്ദിരാകോൾ എന്താണ്, കാരക്കോറത്താണ്. മൗണ്ട് കേറ്റു എന്താണ്, കാരക്കോറത്താണ്. ഇതിനെ സംസ്കൃതത്തിൽ കാരക്കോറത്തിന് എന്താണ്, കൃഷ്ണഗിരി എന്നുള്ള കൃഷ്ണഗിരി എന്ന് പറയായിരുന്നു. പിന്നെ നമ്മുടെ റുഡിയാർഡ് ക്ലിപ്പിങ്ങിൻ്റെ കിം നോവൽ എന്താണ്, കാരക്കോറം ഇതിനൊരു ബേസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഇവിടെ കാണുന്ന ഹിമാനിയാണ് സിയാച്ചിലും ബൽത്തോറയും. പിന്നെ എന്താണ്, കാരക്കോറത്തിൻ്റെ തെക്ക് എന്താണ്, പീർപ്പാഞ്ചലാണ്. അപ്പം കാരക്കോറത്തിന് തെക്ക് എന്താണ്, പീർപ്പാഞ്ചലാണെന്നും ഓർക്കുക. നമ്മൾ പീർപ്പാഞ്ചൽ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പീർപ്പാഞ്ചൽ എന്താണ് നമ്മൾ പഠിച്ചത്, ഹിമാചലിലെ കശ്മീരിൻ്റെ ഒരു പർവ്വതനിരയാണല്ലേ പീർപ്പാഞ്ചൽ. അപ്പം ആദ്യം ട്രാൻസ് ഹിമാലയം കഴിഞ്ഞിട്ടാണ് ഹിമാലയം വരുന്നത്, അതുകൊണ്ടാണ് അങ്ങനൊരു കണക്ഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു തുടർച്ചയാണ് എന്ത്, ടിബറ്റിൽ കൈലാസം. ഇതിനെ കാങ് റിംപോച്ചെ എന്നാണ് ടിബറ്റിൽ പറയാം. അപ്പം കാരക്കോറത്തിൻ്റെ തുടർച്ചയാണ് ടിബറ്റിൽ കൈലാസം എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ സിയാച്ചിലിനെ കുറിച്ചൊന്ന് പഠിക്കുന്നുണ്ട്. സിയാച്ചിൽ എന്താണ്, ഒരു ഹിമാനിയാണെന്ന് പറഞ്ഞല്ലേ. അപ്പം ഇതിൻ്റെ ഒരു വേർഡിൻ്റെ അർത്ഥം റോസാപ്പൂക്കൾ സുലഭം എന്നാണ്. ഇതെന്താണ്, ഇന്ത്യയിലെ നീളം കൂടിയ ഹിമാനിയാണ്. പിന്നെ എന്താണ്, മൂന്നാം ധ്രുവം എന്നും സിയാച്ചിൻ അറിയപ്പെടുന്നുണ്ട്. ധ്രുവപ്രദേശത്ത് അല്ലാത്ത, അതായത് നമ്മുടെ ധ്രുവപ്രദേശത്ത് ഓൾറെഡി കുറേ ഹിമാനികൾ ഉണ്ടായിരിക്കും. ധ്രുവപ്രദേശം നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ ധ്രുവപ്രദേശത്തല്ലാത്ത ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഹിമാനിയാണ് സിയാച്ചിൽ. അപ്പം ഒന്നാമത്തേത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫെഡ്ചിങ്കു ആണ്. അത് തജക്കിസ്ഥാനിലാണ്. ഇനി എന്താണ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധക്കളം, യുദ്ധഭൂമി, ആർമി പോസ്റ്റ്, ഹെലിപാഡൊക്കെ ഉള്ളത് സിയാച്ചിലാണെന്ന് നമുക്ക് പറയാം. പിന്നെ ഓപ്പറേഷൻ മേഘദൂത് 1984 ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ സമയത്തായിരുന്നു അല്ലേ. അപ്പോൾ അതെന്താണ്, പാകിസ്ഥാനിൽ നിന്നും സിയാച്ചിലിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു. അത് നമ്മൾ തിരിച്ചു പിടിച്ച് ഇപ്പോൾ അത് ഇന്ത്യയുടെ കൺട്രോളിലാണ്. ഇനി എന്താണ്, സിയാച്ചിലിൽ നിന്ന് വരുന്ന നദിയാണിത് നുംബ്ര നദി. എന്താണ്, എവിടെയാണ് പതിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഷോക്ക് നദിയാണ്. ഈ ഷോക്ക് നദി റിവർ ഓഫ് ഡെത്ത് എന്നാണ് അറിയപ്പെടുന്നത്. എന്താ ഇപ്പോൾ പറഞ്ഞത്, സിയാച്ചിൽ നിന്ന് വരുന്ന നദിയാണ് നുംബ്ര പതിക്കുന്നത് ഷോക്ക് നദിയെ റിവർ ഓഫ് ഡെത്ത് എന്ന് പറയുന്നു. ഇവിടെ എന്താണ്, നമ്മുടെ മൻമോഹൻ സിംഗും നരേന്ദ്രമോദിയും സന്ദർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ APJ അബ്ദുൽ കലാം, രാം ഗോവിന്ദും സന്ദർശിക്കുന്നുണ്ട്. ഏറ്റവും ഫസ്റ്റ് APJ ആണ് സന്ദർശിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. അടുത്ത നമ്മൾ മൗണ്ട് കേറ്റു ആണ് പറയുന്നത്. മൗണ്ട് കേറ്റു എവിടെയാണ്, കാരക്കോറത്തിൽ വരുന്ന ഒരു പീക്കാണ്. അപ്പം വേൾഡിൽ എന്താണ്, ലോകത്തിലെ രണ്ടാമത്തെ ഹയസ്റ്റ് പീക്കും ഇന്ത്യയിൽ ഒന്നാമത്തതുമാണ്. പൂർണ്ണമായിട്ട് ഇന്ത്യയിലല്ല, POK പാക് ഒക്കുപ്പൈഡ് കശ്മീരിലാണുള്ളത്. ഇതിനെ മൗണ്ട് കേറ്റുവിൻ്റെ മറ്റ് പേരുകളാണ് ദാപ്സാങ്, അതുപോലെ തന്നെ ഗോഡ്വിൻ ആസ്റ്റിൻ എന്ന് പറയുന്നത്. പിന്നെ ഇത്രയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ് ഹിമാലയത്തിൽ നമ്മൾ കാരക്കോറം പറയുന്നത്. അടുത്ത നമ്മൾ ലഡാക്കിലേക്ക് വരികയാണ്. ലഡാക്ക് എന്താണ്, ചുരങ്ങളുടെ നാട്, ലിറ്റിൽ ടിബറ്റ്, ശീതമരുഭൂമി എന്നൊക്കെ അറിയപ്പെടുന്നത് ലഡാക്കാണ്. ശരിക്കും ലഡാക്ക് ഒരു മരുഭൂമിയാണ്, ശീതമരുഭൂമിയാണ്. ഇന്ത്യയിൽ എന്താണ്, ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമിയാണ് ലഡാക്ക്. ഇതിൻ്റെ ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം ദ്രാസാണ്. ദ്രാസ് ശരിക്കും സസ്കറിലാണുള്ളത്. നമ്മൾ പിന്നീടാണ് കാലാസ എന്ന് പറഞ്ഞിട്ട് സസ്കർ പഠിക്കുന്നത്. അപ്പം ലഡാക്കിലെത്തണമെങ്കിൽ സസ്കറിലൂടെയല്ലേ പോകാൻ പറ്റും. അപ്പം സസ്കറിലുള്ളതാണ് ദ്രാസ്. മനുഷ്യവാസമുള്ള ഏറ്റവും തണുപ്പുള്ള പ്രദേശമാണ് ദ്രാസ് എന്ന് പറയുന്നത്. പിന്നീട് എന്താണ്, ഈ ഒരു ലഡാക്കിൻ്റെ തലസ്ഥാനം ലേ ആണ്. ഈ ലഡാക്കിലൂടെ പോകുന്ന നദിയാണ് സിന്ധു നദി. ഇവിടെയുള്ള ദേശീയോദ്യാനമാണ് ഹെമിസ് ദേശീയോദ്യാനം. ഹെമിസ് ദേശീയോദ്യാനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഹിമപ്പുലീനെയാണ്. പിന്നെ ഇവിടെയുള്ള വിമാനത്താവളമാണ് കുഷോക്ക് ബാക്കുള റിംപോച്ചി വിമാനത്താവളം. പിന്നെ എന്താണ്, നമുക്ക് ലഡാക്കിൽ ആ ഒരു യാത്രയെ കുറിച്ച് പറയുന്ന ഒരു പിക്ക് ഉണ്ട്. അതായത് എന്താണ് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16,000 അടിക്ക് മുകളിലുള്ള അന്നേരം ഞങ്ങൾ ക്യാമ്പ് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയൊരു ഡാറ്റ ഉണ്ട്. അത് ദേവഭൂമിയിലൂടെ എന്നുള്ള ബുക്കാണ്. അത് MK രാമചന്ദ്രൻ്റെ ബുക്കാണ്. ഇത് നമ്മൾ അടുത്തത് സസ്കറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സസ്കർ എന്ന് പറയുന്നത് എന്താണ്, ലാസ്റ്റ് ഡിവിഷനാണ്. എന്തിൻ്റെ ഡിവിഷൻ, നമ്മുടെ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ലാസ്റ്റ് ഡിവിഷനാണ്
സസ്കർ. അപ്പോൾ നമുക്ക് സസ്കർ 2 പോയിന്റേ ഉള്ളൂ. ദ്രാസ് സ്ഥിതി ചെയ്യുന്നത് സസ്കറിലാണ്. പിന്നെന്താണ്, ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് സസ്കറാണ്. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പൂർവാഞ്ചലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ശരിക്കും പൂർവാഞ്ചൽ എന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ ഹിമാലയത്തെയാണ് പൂർവാഞ്ചൽ എന്ന് പറയുന്നത്. ഈ പൂർവാഞ്ചലിനെ നമുക്ക് എങ്ങനെയൊക്കെ, അതായത് കുറേ കുന്നുകൾ നമുക്ക്, അതായത് ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ, പിന്നെ പക്കായ് കുന്ന്, നാഗ കുന്ന്, മിസോ കുന്ന്, ഇതൊക്കെ ചേർന്നതാണ് പൂർവാഞ്ചൽ. അപ്പം ഇതിൻ്റെ റൂട്ട് ബ്രിഡ്ജൊക്കെ നമുക്ക് കാണാൻ പറ്റുക പൂർവാഞ്ചലിലാണ്. ഇവിടെ ഉയരം എന്ന് പറയുന്നത് 500 മുതൽ 3000, ഇവിടുത്തെ ഉയരം എന്ന് പറയുന്നത് 500 മുതൽ 3000 മീറ്ററാണ് ഉയരം എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ മലനിരയുടെ ഉയരം എന്ന് പറയുന്നത് എന്താണ്, 900 മീറ്ററിന് മുകളിലാണ്. സാധാരണ നമ്മൾ 900 മീറ്ററിന് മുകളിലുള്ളതിനെയാണ് പർവ്വതങ്ങൾ എന്ന് പറയുക. അപ്പം ഇവിടുത്തെ പർവ്വതങ്ങളൊക്കെ ഏകദേശം 900 മീറ്ററും അല്ലെങ്കിൽ അതിനോട് കുറച്ചടുത്ത് നിൽക്കുന്ന പർവ്വതങ്ങളാണ് നമുക്ക് അധികവും കാണാൻ പറ്റുക. ഇനി മേഘാലയയിലാണ് ഖാസി, ഗാരോ, ജയന്തിയ ഉള്ളത്. അതുപോലെ തന്നെ എന്താണ്, മിസോറാമിലാണ് മീഷോ, ലുഷായി എന്ന് പറയുന്ന മലനിര ഉള്ളത്. പിന്നെ മിസോറാമിൽ തന്നെ ഉള്ള ഒരു തടമാണ് മൊളാസിസ് തടം. അപ്പോൾ മൊളാസിസ് തടം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മിസോറാമിലാണ്. നാഗാലാൻഡിലാണ് നാഗ പട്കായിമ്പും ഉള്ളത്. ഇനി ഇവിടെയുള്ള ഏറ്റവും ഉയരം കൂടിയ ഒരു കൊടുമുടിയാണ് സരാമതി കൊടുമുടി. ഇനി എന്താണ്, ഖാസിയിലാണ് മൗസിൻ റോ ഉള്ളത്, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ചിറാപൂഞ്ചി ഇപ്പോൾ എന്താണ് സൊഹ്റ എന്നുള്ള പേരിലാണല്ലേ അറിയപ്പെടുന്നത്. ഇത് കിഴക്കൻ നിരയിലാണ് കാണാൻ പറ്റുന്നത്. കിഴക്കൻ നിരയാണ് ശരിക്കും ഉഷ്ണമേഖല മഴക്കാടുകൾ. ഇനി നമ്മൾ ഹിമാലയത്തിൻ്റെ ഉപവിഭാഗങ്ങളിലേക്കാണ് വരുന്നത്. അതിൻ്റെ ഒരു ഡിവിഷനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഇതിൽ ആദ്യം തന്നെ എന്താണ്, ഈ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്താണ് പടിഞ്ഞാറൻ ഹിമാലയം? പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത് സിന്ധു, അതുപോലെ തന്നെ കാളി എന്നീ നദികളുടെ ഉള്ളിലാണ് പടിഞ്ഞാറൻ ഹിമാലയം വരുന്നത്. പിന്നീട് കാളി, ടീസ്റ്റ ഇതിൻ്റെ മധ്യത്തിൽ വരുന്നതാണ് മധ്യ ഹിമാലയം. ടീസ്റ്റ, ബ്രഹ്മപുത്ര അതിൻ്റെ ഇടയിൽ വരുന്ന ഹിമാലയമാണ് കിഴക്കൻ ഹിമാലയം. അപ്പോൾ നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയത്തെ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു അതിലുള്ളതാണ് പടിഞ്ഞാറൻ ഹിമാലയത്തിൽ വരുന്നതാണ് കശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം ഒക്കെ. അപ്പോൾ കശ്മീർ ഹിമാലയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, സിന്ധു മുതൽ കാളി നദി വരെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഈ കാളി എന്ന് പറയുന്നത് ഗഗ്ര നദിയുടെ ഒരു പോഷക നദിയാണ്. ഈ ഒരു കശ്മീർ ഹിമാലയത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. നീളം 700 കിലോമീറ്ററാണ്. വീതി 500 കിലോമീറ്ററാണ്. ഇനി നമ്മൾ ഇതിലെ പ്രധാന പർവ്വത നിരകളാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർപ്പാഞ്ചൽ. എന്താണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർപ്പാഞ്ചലൊക്കെ വരുന്നത് എവിടെയാണ്, ഈ ഒരു കശ്മീർ ഹിമാലയത്തിലാണ്. പിന്നെ എന്താണ് ഗ്രേറ്റർ ഹിമാലയം, പീർപ്പാഞ്ചൽ. അപ്പം ഈ ഒരു ഗ്രേറ്റർ ഹിമാലയം പീർപ്പാഞ്ചലിൻ്റെ ഇടയിൽ വരുന്നിട്ടുള്ള ഒരു തടാകമാണ് ദാല്. പിന്നെ അവിടെയുള്ള താഴ്വരയാണ് ഗ്രേറ്റർ ഹിമാലയത്തിനും പീർപ്പാഞ്ചലിനും ഇടയിൽ വരുന്ന താഴ്വരയാണ് കശ്മീർ താഴ്വര എന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഹിമാനികളാണ് സിയാച്ചിൽ, പിന്നെ ബോൾട്ടാരോ എന്ന് തുടങ്ങിയവ. ഇവിടെയുള്ള മണ്ണാണ് കരേവ മണ്ണ്. പിന്നെ ചുരങ്ങളാണ് സോജില ചുരം, ബെനിപാൽ ചുരം, ഫോട്ടുല ചുരം, ഗാർദുംഗ്ല ചുരം. സോജില ചുരം ഹിമാഗ്രിയിലും, ബനിഹാൽ ചുരം പീർപ്പാഞ്ചലിലും, ഫോട്ടുല ചുരം സസ്കറിലുമാണ്. പിന്നെ ഗാർദുംഗ്ല ചുരം ലഡാക്കിലുമാണ്. പിന്നെ എന്താണ് ഈ കശ്മീർ ഹിമാലയം ജമ്മു കാശ്മീരിലും ലഡാക്കിലുമായിട്ടാണ് ഉള്ളത്. പിന്നെ നദികൾ പറയുന്നുണ്ട്, ചെലം, രവി, ചിനാബ് ഒക്കെയാണ്. ഇവിടെ ചെലം നദിയെക്കുറിച്ച് പറയാനാണെങ്കിൽ യുവത്വഘട്ടത്തിൽ വക്രവലയം ഉണ്ടാക്കുന്ന ഒരു നദിയാണ് ചെലം നദി. പിന്നെ ശ്രീനഗർ പട്ടണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദാൽ തടാകം എവിടെയാണ്, ശ്രീനഗറിലാണ്. അതുപോലെ തന്നെ ചെലം നദി എന്താണ് ശ്രീനഗറിൻ്റെ അടുത്താണെന്ന് നമുക്ക് പറയാം. ഇവിടെ ഉള്ള വേനൽക്കാലത്തെ പുൽമേടുകളെ മർഗുകൾ എന്നാണ് പറയുക. അപ്പോൾ 2 മർഗുകളാണ് സോൺമർഗും ഗുൽബർഗും എന്ന് ഓർത്തിരിക്കുക. പിന്നീട് നമ്മൾ എന്താ നോക്കുന്നത്, ഹിമാചൽ ഹിമാലയമാണ് പറയുന്നത്. ഹിമാചൽ ഹിമാലയം സംസ്ഥാനം ഹിമാചൽ പ്രദേശത്തിലാണ്. നദികൾ ചിനാബ്, രവി, ബിയാസ് തുടങ്ങിയവയാണ്. പർവ്വതനിരകൾ ദോളത്താർ, പീർപ്പാഞ്ചൽ തുടങ്ങിയവയാണ്. ശുദ്ധജല തടാകങ്ങൾ ഇവിടെ കാണുന്നതാണ് ചന്ദർതാലും സൂരജ് താലും. ഇനി ചുരങ്ങളാണ് ബാരാലാച്ച, ഹിമാചൽ പ്രദേശും ഡലാക്കിനെയും ബന്ധിപ്പിക്കുന്ന ബാരാലാച്ച ചുരം. പിന്നെ റോഹ്താങ് ചുരം. റോഹ്താങ് ചുരം എന്ന് പറയുന്നത് കുളു, ലാഹുൽ തുടങ്ങിയ അല്ലെങ്കിൽ സ്പിങ് താഴ്വര, കുളു, ലാഹുൽ തൊട്ട് സ്പിങ് താഴ്വരയെ കണക്ട് ചെയ്യുന്നതാണ് റോഹ്താങ് ചുരം. ഇവിടെയുള്ള സുഖവാസ കേന്ദ്രങ്ങളാണ് ഷിംല, മണാലി. ഇവിടുത്തെ താഴ്വരകളാണ് കുളു, കാംഗ്ര, ലാഹുൽ തുടങ്ങിയവ. പിന്നെ ഇവിടെയുള്ള ചൂട് നീരുറവയാണ് മണികരൻ, നുബ്ര താഴ്വരയിൽ.
ഈ മണികനലിൽ വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നുണ്ട് എന്ന് ഓർത്തിരിക്കുക. ഇനി ഉത്തരാഖണ്ഡ് ഹിമാലയമാണ് അടുത്ത ഡിവിഷനിൽ വരുന്നത്. സത്ലജ് അതുപോലെ തന്നെ കാളി നദീൻ്റെ ഉള്ളിലാണ് ഇത് വരുന്നത്. പടിഞ്ഞാറൻ ഭാഗം, ഈ ഒരു ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തെ ഗണ്ഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗത്തെ കുമയൂൺ ഹിമാലയം എന്നുമാണ് പറയുന്നത്. ഇവിടുത്തെ കൊടുമുടികളാണ് നന്ദാദേവി, കമറ്റ്, ബദരിനാഥ്, കേദർനാഥ്. പിന്നെ ഹിമാനി, ഇവിടെ കാണുന്ന ഹിമാനികളാണ് ഗംഗോത്രിയും യമുനോത്രിയും. ശുദ്ധജല തടാകം നൈനിറ്റാലും ഭീംതാലും. പിന്നെ ഡൂണുകൾ ഇവിടെ കാണാൻ പറ്റും. ലെസർ ഹിമാലയത്തിനും സിവാലിക് ഹിമാലയത്തിനും ഇടയിലാണ് എന്ത് നമുക്ക് ഡൂണുകൾ കാണാൻ പറ്റും അല്ലേ. ലെസർ ഹിമാലയ എന്ന് പറയുന്നത് ഹിമാചൽ. അപ്പം ഹിമാചലിനും സിവാലിക്കിനും ഇടയിൽ ഡൂണുകൾ. പിന്നെ ഇവിടുത്തെ വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ. അതിൽ തന്നെ പിന്നെ എന്താണ് ദയാര ബുഗ്യാലുണ്ട്, ഡോർസോൺ ബുഗ്യാലും ഉണ്ട്. അടുത്തത് ബുഗ്യാലുകൾ എന്താണ്, ഈ 3000-4500 മീറ്ററിനുള്ളിലൊക്കെയാണ് ബുഗ്യാലുകൾ കാണാൻ പറ്റുക, വൃക്ഷരേഖ ഹിമരേഖൻ്റെ ഇടയിലൊക്കെ. പിന്നീട് എന്താണ്, ട്രാൻസ് ഹ്യൂമൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. വളർത്തു മൃഗങ്ങളോടൊപ്പം എന്താണ് താഴ്വരയിലേക്കും തിരിച്ച് പർവ്വതങ്ങളിലൂടെ മേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെയാണ് നമ്മൾ ട്രാൻസ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ദേശാടനം നടത്തുന്ന ആളുകളെയാണ് നമ്മൾ ട്രാൻസ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ മധ്യ ഹിമാലയമാണ് പറയുന്നത്. മധ്യ ഹിമാലയം എന്താണ്, നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഇവിടെ കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള പ്രദേശമാണ്. പിന്നെന്താണ്, ഇവിടെ ഇന്ത്യയിൽ പടിഞ്ഞാറൻ സിക്കിമും ഡാർജിലിംഗും മധ്യ ഹിമാലയത്തിൽ വരുന്നതാണ്. മധ്യ ഹിമാലയത്തിലാണ് മൗണ്ട് എവറസ്റ്റും കാഞ്ചൻജംഗയും വരുന്നത്. ഇവിടെയുള്ള ചുരമാണ് നാഥുല ചുരം. നദി ടീസ്റ്റയാണ്. പിന്നെ ഇവിടെ ഡാർജിലിംഗ് തേയിലൊക്കെ നന്നായി കിട്ടും. അടുത്തത് കിഴക്കൻ ഹിമാലയമാണ്. ടീസ്റ്റ ബ്രഹ്മപുത്ര ഇടയിൽ വരുന്നു. ഇതിനെ നമുക്ക് ആസാം ഹിമാലയം എന്നും പറയാം. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ചിട്ട് എന്താണ്, ഉയരം കുറഞ്ഞ മലനിരകളാണ് കിഴക്കൻ ഹിമാലയത്തിൽ ഉണ്ടാവുക. ഇവിടെയുള്ള കൊടുമുടിയാണ് നംച പർവ്വ. അത് ടിബറ്റിലാണ്, ഇന്ത്യയിലല്ല. ഇവിടുത്തെ നദികളാണ് ബ്രഹ്മപുത്ര, കമെങ്, ലോഹിത്, സുബൻസിരി. ഇനി ഇവിടെയുള്ള ചുരങ്ങളാണ് ബോഡില ചുരവും ദിഫു ചുരവും. ബോഡില ചുരം അരുണാചൽ പ്രദേശ് മുതൽ ടിബറ്റ് വരെയും ദിഫു ചുരം മ്യാൻമാറും അരുണാചൽ പ്രദേശായിട്ട് കണക്ട് ചെയ്യുന്നു. പിന്നെ ആസാം ഹിമാലയത്തിലാണ് മാറ്റകൃഷി, ജുമിങ്, വെട്ടിച്ചുട്ടി കൃഷിയൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ എന്താ പറയുന്നത്, പൂർവാഞ്ചലിനെ കുറിച്ച് പറയുന്നു. നമ്മൾ നേരത്തെ പൂർവാഞ്ചലിനെ കുറിച്ച് പഠിച്ചതാണ്. ആ പോയിന്റ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയൻ പർവ്വതം, വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകൾ കാണപ്പെടുന്നതിനാണ് നമ്മൾ പൂർവാഞ്ചൽ കുന്നുകൾ എന്ന് പറയുക. ഇതിൻ്റെ ഉയരം 500 മുതൽ 3000 മീറ്റർ വരെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ പട്കായിംബി, നാഗ കുന്ന്, മിസോ കുന്ന്, മണിക്കൂർ കുന്നുകളൊക്കെ ഇതിൽ വരും. കാസിഗാരോ, ജയന്തിയ വരും. പിന്നെ എന്താണ്, റൂട്ട് ബ്രിഡ്ജിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ ഇവിടെ പറയാത്തൊരു പോയിൻ്റാണ് ലോക്താക് തടാകം. കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനത്തിലാണ് ലോക്താക് തടാകം ഉള്ളത്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണിത്. അത് നമ്മുടെ പൂർവാഞ്ചലിലാണുള്ളത്, മണിപ്പൂരിൽ. പിന്നെന്താണ്, ഈ തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു തുരുത്തുണ്ട്. അവിടെ ആ തുരുത്തിൽ സസ്യാവശിഷ്ടവും മണ്ണും ചേർന്നൊക്കെയാണ് ഈ തുരുത്ത് രൂപപ്പെട്ടത്. അതിനെ പുണ്ടി എന്നാണ് പറയുക. പിന്നെ നമ്മൾ ഇവിടുത്തെ പ്രധാന ചുരങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. സോജില, ഷിപ്കില, നാഥുല, ലിപ്പു ലേക്ക്. നമ്മൾ കോമൺ ആയിട്ട് വരുന്ന ചുരങ്ങൾ, ഇവിടുത്തെ ചുരമല്ല, നമ്മൾ കോമൺ ആയിട്ട് വരുന്ന എല്ലാ ചുരങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. പിന്നീട് നമ്മൾ കാലാവസ്ഥയാണ് നോക്കുന്നത്. കാലാവസ്ഥ എന്താണ്, ഇവിടെ മുകളിൽ ധ്രുവ സമാനമായ ശൈത്യ കാലാവസ്ഥ, മുകളിൽ എന്ന് പറയുമ്പം ലഡാക്ക് ഏരിയയിൽ. പിന്നീട് പോകുമ്പോൾ എന്താണ്, ശൈത്യ കാലാവസ്ഥ, കുറച്ചും കൂടി ഉയരം കുറഞ്ഞ ലഡാക്കിലും കുറച്ചുകൂടി താഴെ ശൈത്യ കാലാവസ്ഥ. പിന്നെയും താഴോട്ടേക്ക് പോയാൽ പർവ്വതച്ചരികളിൽ, അതായത് സിവാലിക് മലയിടത്തൊക്കെ നമുക്ക് മിതോഷ്ണ കാലാവസ്ഥയാണ് കാണാൻ പറ്റുക. ഈ സിവാലിക് മലനിരയുടെ തെക്കൻ ചരിവിൽ എന്താണ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂണൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ പർവ്വതങ്ങളുടെ ഉയർന്ന ഭാഗത്ത് മഞ്ഞുവീഴ്ച ഉണ്ടായിരിക്കും അല്ലേ. പിന്നെ മേഘാലയൻ പീഠഭൂമിയിൽ ഉയർന്ന മഴ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് മേഘാലയൻ പീഠഭൂമിയിൽ മഴ ലഭിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാസിഗാരോ, ജയന്തിയ കുന്നുകളൊക്കെ ഉള്ളത് കൊണ്ടാണ്. പിന്നീട് നദീവ്യവസ്ഥയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവരുടെ പോഷക നദികളൊക്കെ ചേർന്നതാണ് ഹിമാലയൻ നദി. നദികൾ ഉള്ളതുകൊണ്ട് തന്നെ വീരൂപ താഴ്വര, ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. അതിൽ നമ്മൾ സിന്ധുവിനെ കുറിച്ച് പറയുന്നുണ്ട്. സിന്ധു മാനസരോവര തടാകത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. റെഡിക്ക് പറയുകയാണെങ്കിൽ ബൊക്കാർച്ചു ഹിമാനിയിൽ നിന്നാണ്. ഇനി എന്താണ്, ഇത് സിന്ധു നദി വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ് വരുന്നത്. ഇനി ഗംഗ പറയുകയാണെങ്കിൽ ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്. പോഷക നദിയാണ്.
യമുന, ഘഗാര, ഖണ്ഡക്, കോസി. അപ്പം ഇതൊക്കെ എവിടെയാണ്? ഈ ഒരു ഗംഗാ നദിയൊക്കെ വരുന്നത് ഉത്തരാഖണ്ഡ്, നേപ്പാൾ, ഹിമാലയത്തിലെ പ്രധാന നദിയാണ്. അപ്പോൾ ഉത്തരാഖണ്ഡ്, നേപ്പാൾ, ഹിമാലയത്തിൽ. ബ്രഹ്മപുത്ര മാനസരോവര തടാകത്തിനകത്ത് ചെമയുന്തുങ് ഹിമാനിയിലാണുള്ളത്. ഇതിൻ്റെ പോഷക നദി ദിബാങ്, ലോഹിത്, മാനസ്, ടീസ്റ്റി ഒക്കെയാണ്. കിഴക്കൻ ഹിമാലയത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നദികളാണിവ. നമ്മൾ മണ്ണാണ് പറയുന്നത്. ഇവിടെയുള്ള മണ്ണ് പർവ്വത മണ്ണ്, വനമണ്ണ്, കരേവയൊക്കെയാണ്. കരേവ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. ഇനി എന്താ? ഹിമാനികൾ നിക്ഷേപിച്ചുണ്ടാവുന്ന അവസാദങ്ങളായിട്ടാണ് കരേവ ഉണ്ടാവുന്നത്. കുങ്കുമ കൃഷിക്കൊക്കെ വളരെ നല്ലതാണ്. ഇനി പർവ്വത മണ്ണാണ് നമ്മൾ മെയിനായിട്ട് കാണാൻ പറ്റുക. ഇനി തരികളുടെ വലുപ്പം എന്താണ്? പർവ്വതങ്ങളിൽ മുകളിൽ കൂടുതലും താഴെ എന്താണ്? കുറവായിരിക്കും. അപ്പോൾ എന്താണ്? ജൈവാംശം കൂടുതൽ താഴത്തായിരിക്കും, മുകളിലത്തത് ജൈവാംശം കുറവായിരിക്കും. ഇനി നമ്മൾ സസ്യജാലത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഏറ്റവും അടിയിൽ അർദ്ധ നിത്യഹരിത വനങ്ങൾ, പിന്നീട് മുകളിൽ പോയാൽ നിത്യഹരിത വനങ്ങൾ, ഒരു 1000 മീറ്റർ. ഇനി 1000 മുതൽ 2000ലേക്ക് പോവുകയാണെങ്കിൽ ആർദ്ര മിതോഷ്ണ വനങ്ങളാണ്. ഓക്ക്, ചെസ്നട്ട്, മേപ്പിളൊക്കെയാണത്. പിന്നെ 2000ന് മുകളിൽ പോവുകയാണെങ്കിൽ സ്തൂപിക വൃക്ഷം, പൈന്, ദേവദാരു, സ്പൂഫൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെയും പോവുകയാണെങ്കിൽ നമുക്ക് എന്താ? ജൂനിപ്പർ, റെഡോസെൻഡ്രോൺ എന്നീ കുറ്റിച്ചെടികളൊക്കെയാണ് കാണാൻ പറ്റുക. ഇനിയും മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ടെൻഡ്ര, തുന്ദ്ര ഭാഗത്തൊക്കെ ആൽപൈൻ പുൽമേടുകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇവിടുത്തെ മഴ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹിമാലയൻ ഭാഗത്ത് ശരാശരി 200 സെൻറ്റിമീറ്ററിൽ ആണ് മഴ കിട്ടുന്നത്. കിഴക്കൻ ഹിമാലയം, വടക്ക് കിഴക്കൻ കുന്നുകളിലൊക്കെ അവിടുത്തെ കാര്യമാണ് പറയുന്നത്. ഇനി ഇവിടുത്തെ മൃഗങ്ങളാണെങ്കിൽ യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം, ഹിമപ്പുലിയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന മൃഗങ്ങൾ. ഇവിടുത്തെ നാഷണൽ പാർക്കുകൾ, ഈ മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി നാഷണൽ പാർക്ക് ഉണ്ടല്ലേ. അപ്പം നമുക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ നാഷണൽ പാർക്ക്, കിഴക്കൻ ഹിമാലയത്തിലെ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാം. പടിഞ്ഞാറിലുള്ളതാണ് ഡെച്ചിങ് ഡാം. ഇത് ജമ്മുവിലാണ്. ഇവിടെ കസ്തൂരിമാനാണ്. ഹെമിസ് ലഡാക്കിലാണ്. ഹിമപ്പുലിയാണ് അവിടെ നോക്കുന്നത്. പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡിലാണ്. അവിടെ ഫ്ലവേഴ്സാണ്. കോർബറ്റ് ഉത്തരാഖണ്ഡിലാണ്. കടുവയാണ്. ഈ കോർബറ്റാണ് ഫസ്റ്റ് നാഷണൽ പാർക്ക്. പിന്നെ രാജാജി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ്. ആനയാണ് അവിടെ ഉള്ളത്. ഇനി കാഞ്ചൻജൻക, കിഴക്കൻ ഹിമാലയത്തിൽ കാഞ്ചൻജൻക സിക്കിമിലാണ്. അവിടെ ചുവന്ന പാണ്ട. ദിബ്രു സൈഖോല ആസാമിലാണ്. അവിടെ കാട്ടുകുതിരയാണുള്ളത്. പിന്നെന്താണ്? കാസിരംഗ ആസാമിൽ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗമാണ്. മാനസ് ആസാമിലാണ്. കാട്ടുപോത്ത്, കടുവയൊക്കെ ഉണ്ട്. പിന്നെ കേബിൾ ലഞ്ചാവോയിൽ സംഗായി മാനുകളാണ്. ഈ കേബിൾ ലഞ്ചാവോയിലാണ് ലോക്താക് തടാകം ഉള്ളത് അല്ലേ, മണിപ്പൂരിൽ. ഇനി നമ്മൾ കൃഷിയാണ് നോക്കുന്നത്. ഇവിടെ എന്താണ്? കൃഷിക്ക് പറ്റിയ അവസ്ഥകൾ ഉണ്ടാവുന്നില്ല. അതായത് അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഇല്ല. കാരണം എന്താണ്? ഉയരം കൂടുതലാണ്, ചെങ്കുത്തായ ചരിവാണ്, പാകമാവാത്ത മണ്ണാണ്, കുറഞ്ഞ താപനിലയൊക്കെയാണ്. അതൊക്കെ കൃഷിയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും കൃഷിയുണ്ട്. മഴക്കാല കൃഷികളാണ് നെല്ല്, പയർവർഗ്ഗം, ഉരുളക്കിഴങ്ങ്. നമ്മൾ നേരത്തെ ടെറസ് ഫാമിംഗ് ഒക്കെ പറഞ്ഞില്ലേ, അതുവഴിയൊക്കെ നെല്ലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി വസന്തകാല കൃഷികളാണ് ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ, അതായത് പീച്ച്, ആപ്രിക്കോട്ട് എന്നൊക്കെ പറയുന്നത്. ഇനി ആസാം, ഡാർജിലിംഗ് ഭാഗത്ത് തേയില പ്രധാന കൃഷിയാണ്. കിഴക്കൻ കുന്നുകളിൽ മാറ്റക്കൃഷി അഥവാ വെട്ടിച്ചുട്ട് കൃഷി, അതിന് തന്നെയാണ് ജുമ്മിങ് എന്നൊക്കെ പറയുക. അട്ടപ്പാടിയിലും ഇതേ ഒരു മാറ്റക്കൃഷിയുണ്ട്. അതാണ് പൂനം കൃഷി. അതായത് ഇവർ ഒരു ഭാഗത്ത് കൃഷി ചെയ്തിട്ട് പിന്നീട് ആ സ്ഥലം ഉപേക്ഷിച്ച് പിന്നെ വേറൊരു കാട്ടിൽ പോവും. അവിടെയുള്ളെല്ലാം വെട്ടിച്ചുട്ട് കൃഷിയോഗ്യമാക്കും. എന്നിട്ട് നിങ്ങൾ സ്ഥലം മാറ്റി ആക്കുന്ന പേര് തന്നെയുണ്ട് മാറ്റക്കൃഷി. അപ്പം അട്ടപ്പാടിയിൽ ഈ ഒരു മാറ്റക്കൃഷി അഥവാ വെട്ടിച്ചുട്ട് കൃഷി പുനം കൃഷി രീതി എന്നാണ് പറയുക. ഇവിടുത്തെ മൃഗപരിപാലനം നോക്കുകയാണെങ്കിൽ ചെമ്മരിയാട് ഹിമാചൽ പ്രദേശിലും കാശ്മീരിലൊക്കെ മെയിനായിട്ട് ചെമ്മരിയാടിനെ വളർത്തുന്നുണ്ട്. ഇനി പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പുൽമേടുകളിലെ ആട്ടിടയന്മാർ അറിയപ്പെടുന്നത് ഗുജർ എന്നാണ്. പിന്നെ ബോട്ടിയ ആട്ടിടയന്മാരും ഇവിടെയുണ്ട്. അപ്പോൾ 2 ആട്ടിടയൻ ആളുകളെ, ആ ഒരു ഗോത്രക്കാരെ നമ്മൾ പറഞ്ഞു, ഗുജറും ബോട്ടിയയും. ഇനി വളർത്തുന്ന മൃഗങ്ങൾ പശു, ആട് താഴ്വരയിൽ, ചെമ്മരിയാട് കുതിര പർവ്വതച്ചരിവിൽ, അതിശൈത്യ മേഖലയിൽ യാക്ക്. ഇനി ഹിമാലയത്തിൽ ടൂറിസത്തിൻ്റെ പരിണാമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേജ് 1 തീർത്ഥാടനത്തിലായിരുന്നു മെയിൻ ഫോക്കസ്. അവിടെ എല്ലാവരും തീർത്ഥാടനത്തിനായിരുന്നു പോവുക. കൈലാസം, അമർനാഥ്, ഹേമക്കുണ്ട്, ബദ്രിനാഥ്, കേദാർനാഥ് ഒക്കെ. പിന്നീട് സ്റ്റേജ് 2 എന്താണ്? കൊളോണിയൽ കാലഘട്ടത്തിൽ 19ാം നൂറ്റാണ്ടിൻ്റെ ബ്രിട്ടീഷുകാർ ഹിൽ സ്റ്റേഷനുകളൊക്കെ ഉണ്ടാക്കി. 19ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പം 1800 സംതിങ് കാലഘട്ടം. ഷിംല, ഡാർജിലിംഗ്, അത് ഷിംല ഹിമാചൽ പ്രദേശിലാണ്, ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാളിലാണ്. പിന്നെ ഷില്ലോങ്, അൽമോല, റാണിക്കെത്ത്, മസൂരി, നൈനിറ്റാൾ, ഇതൊക്കെ ഈ സമയത്ത് വന്ന
ഹിൽ സ്റ്റേഷനുകളാണ്. പിന്നെ സ്റ്റേജ് 3 എവറസ്റ്റ് ആരോഹണത്തിന് ശേഷം 1953 എവറസ്റ്റ് ആരോഹണത്തിന് ശേഷം ഇവിടെ പർവ്വതാരോഹണം, പാരാഗ്ലൈഡിങ്, സ്കീയിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഇത് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. മൗണ്ട് സിൻഡ്രോമിൽ മഴ നന്നായി കിട്ടാൻ കാരണം എന്താണ്? ഖാസി കുന്നുകളുടെ സാന്നിധ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ മണിപ്പൂരിൽ പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട വലിയ തടാകം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ലോക്താക് തടാകമാണ് അവിടെ ഉള്ളത്. പിന്നെ ട്രാൻസ് ഹിമാലയത്തിനെ നമ്മൾ ടിബറ്റൻ ഹിമാലയം എന്ന് പറയുന്നുണ്ട്. കാഞ്ചൻജംഗ എവിടെയാണ്? മധ്യ ഹിമാലയത്തിലാണ്. ലെസ്സർ ഹിമാലയത്തിനും സിവാലിക് ഹിമാലയത്തിനും ഇടയിൽ കാണപ്പെടുന്നതാണ് എന്ത്? ഡൂണുകൾ. പിന്നെന്താണ്? ഗ്രേറ്റർ ഹിമാലയത്തിലെ താഴ്വരയിൽ അധിവസിക്കുന്ന ഒരു ഗോത്രവർഗ്ഗമാണ് ബോട്ടിയ, നമ്മളിപ്പോൾ പറഞ്ഞു. നമ്മൾ ഒരു സിഡ്നി ബെർണാൾഡിൻ്റെ ഒരു ഡിവിഷനാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞ നദികൾ തന്നെ നമ്മൾ സിന്ധു, കാളി വെച്ചായിരുന്നു പറഞ്ഞത്. ഇവിടെ സിന്ധു, സത്ലജ്, കാളി, ടീസ്റ്റ, ബ്രഹ്മപുത്ര വരുന്നുണ്ട്. എന്നിട്ട് സിന്ധുവിനും സത്ലജിനും ഇടയിൽ പഞ്ചാബ് ഹിമാലയം, സത്ലജിനും കാളിക്കും ഇടയിൽ കുമയൂൺ ഹിമാലയം, കാളിക്കും ടീസ്റ്റയ്ക്കിടയിൽ നേപ്പാൾ ഹിമാലയം, ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കിടയിൽ ആസാം ഹിമാലയം. പഞ്ചാബ് ഹിമാലയത്തിന് 500 കിലോമീറ്ററാണ് നീളം പറയുന്നത്. കുമയൂൺ ഹിമാലയത്തിന് 320, നേപ്പാൾ ഹിമാലയത്തിന് 800, ആസാം ഹിമാലയത്തിന് 750. ഇത്രയാണ് നമ്മൾ ഉത്തരപർവ്വത മേഖലയിൽ മൊത്തമായിട്ട് കവർ ചെയ്യുന്നത്.